എന്റെ പഞ്ചായത്ത് പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് സ്വപ്ന ഷാബു നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീമതി സ്വപ്ന. കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുത്ത പഞ്ചായത്ത്, TB മുക്ത പഞ്ചായത്ത് എന്നീ നിലയിലെല്ലാം തന്നെ അംഗീകാരം നേടിയ ഒരു പഞ്ചായത്താണ്. ആരോഗ്യ മേഖലയിൽ സമഗ്ര പ്രവർത്തനങ്ങളാണല്ലോ നടപ്പിലാക്കി വരുന്നത്. ഈ വികസന നേട്ടങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ഗുണഫലങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ കാലത്തും നമ്മുടെ ഭരണസമിതികൾ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഭരണസമിതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. യോഗ ഗ്രാമമായിട്ടെല്ലാം തിരഞ്ഞെടുത്തൊരു പഞ്ചായത്ത് കൂടിയാണല്ലേ. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിൽ ആദ്യമായി യോഗ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ, നമ്മുടെ ഗ്രന്ഥശാലകളിലൂടെ, നമ്മുടെ ക്ലബ്ബുകളിലൂടെ എല്ലാം ആളുകളെ ഇതിനെ ഡ്രെയിൻ ചെയ്യിച്ചുകൊണ്ട് ഓരോ വീട്ടിലെയും ഒരാൾക്കെങ്കിലും കൃത്യമായി ഒരു യോഗയിൽ ഒരു ആസനമെങ്കിലും അറിയത്തക്ക രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തില് ഒരു യോഗ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും നമ്മുടെ ആയുർവേദ ആശുപത്രി കേന്ദ്രീകരിച്ച്, ഇന്നും നമ്മുടെ ക്ലബ്ബുകളും ഗ്രന്ഥശാലകളും കേന്ദ്രീകരിച്ച് കൃത്യമായി ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ വയോജനങ്ങൾക്കടക്കമുള്ള യോഗ ക്ലാസുകൾ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായും ഈ മുഹമ്മ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹോം എഗെയിൻ എന്നൊരു പദ്ധതിയെ കുറിച്ച് കേട്ടിരിക്കുന്നു. എന്താണ് ഈ ഹോം എഗെയിൻ? എങ്ങനെയാണ് ഇതിന്റെ ഈ പദ്ധതികളെല്ലാം തന്നെ പ്രാവർത്തികമാക്കി വരുന്നത്? മുഹമ്മ ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും ഇന്ന് വളരെ മാതൃകാപരമായി പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ധീരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനെ തുടർന്ന് കൊണ്ട് തന്നെ നമ്മൾ അറിയാം, മാനസിക രോഗത്താൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കൂടി സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ അമൃത ഹോസ്പിറ്റലിലെ ചിത്ര വെങ്കടേഷ്, ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ചിത്ര വെങ്കടേഷും അതുപോലെ തന്നെ സൈറു ഫിലിപ്പ്, ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഡോക്ടർ സൈറു ഫിലിപ്പും നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റ് കൂടി നമ്മൾ ആ കൂടെ തന്നെ ഏറ്റെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി മാനസികാരോഗ്യ കേന്ദ്രം നമ്മുടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരും അനാഥമാക്കപ്പെടുന്ന മാനസിക അസുഖം ബാധിച്ചതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ അല്ലെങ്കിൽ വീട്ടുകാർ ഏറ്റെടുക്കാതെ അനാഥമാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ 2 ഹോസ്പിറ്റലുകളിലും, അതുപോലെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും തൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലും ഉണ്ട്. അപ്പൊ അവരെ നമുക്കൊന്ന് റീഹാബിലിറ്റേഷൻ, അവരെ ഒരു പുനരധിവസിപ്പിക്കുക, അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് കൂടുതൽ ചികിത്സകൾ കൊടുത്ത് നല്ലൊരു അന്തരീക്ഷം കൊടുത്ത് അവരുടെ വീട്ടുകാർ അവരെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് ഏറ്റെടുപ്പിക്കാൻ കഴിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഹോം എഗെയിൻ എന്ന പദ്ധതി ഒരു NGOസുമായി ചേർന്നുകൊണ്ട് നമ്മൾ ആരംഭിച്ചത്. അത് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ടൂറിസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണെന്ന് അറിയാൻ സാധിക്കുന്നു. നിലവിൽ പുഴകളാൽ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്താണ്. പ്രത്യേകിച്ച് വേമ്പനാട് കായലിനോട് അടുത്ത് കിടക്കുന്ന വാർഡുകളാണ് പഞ്ചായത്തിൽ കൂടുതലായിട്ടുമുള്ളത്. പുഴയെ എങ്ങനെയൊക്കെയാണ് ഈ പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തി വരുന്നത്? പ്രത്യേകിച്ച് പൊതുജലാശയ സംരക്ഷണം അടക്കം തന്നെ എത്രത്തോളം നടപ്പിലാക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്?
മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ടൂറിസത്തിന്റെ കാര്യത്തിൽ ഏറെ അനുഗ്രഹീതമായ ഒരു ഗ്രാമപഞ്ചായത്താണ്. നമുക്കറിയാം പാതിരാമണൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു ടൂറിസം കേന്ദ്രമാണ് പാതിരാമണൽ. ഇന്ന് പാതിരാമണൽ നമുക്കറിയാം കുറെ കാലമായി കോവിഡിന് ശേഷം അവിടെ ഒരു വേമ്പനാട് കായലിന്റെ നടുക്കുള്ള ഒരു ദ്വീപാണ് പാതിരാമണൽ. അപ്പോൾ അവിടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു നമുക്ക് അവിടെ പ്രവേശിക്കുന്നതിന്, അതുപോലെ തന്നെ അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് ഒക്കെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ. അതിന്റെ വികസനം ലക്ഷ്യമാക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടിരുന്നു. പക്ഷെ 2023-ലും 2024-ലും നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റിയെ ഏർപ്പെടുത്തുകയും അതോടൊപ്പം അവിടെ 2 ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ലോക ഭൂപടത്തിൽ ഉള്ളത് തന്നെയാണ് പാതിരാമണലെങ്കിലും അതിനെ കൂടുതൽ ശ്രദ്ധയാകർഷിക്കാനും അവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരാനും ഒക്കെ നമുക്കിപ്പോ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഏതാണ്ട് 20 രൂപ പാസ് എടുത്താൽ അവിടെ സഞ്ചാരികൾക്ക് കാണാൻ കഴിയും. നമ്മുടെ MP-യുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടികളുടെ പാർക്ക് അടക്കം ട്രീ ഹൗസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇന്ന് സഞ്ചാരികൾക്ക് ഏറ്റവും മനോഹരമായി ശുദ്ധവായു ശ്വസിക്കുന്ന ഒരു കായലിന്റെ നടുക്കുള്ള ഒരു പച്ചത്തുരുത്താണ് പാതിരാമണൽ. അപ്പോ സഞ്ചാരികൾക്ക് നല്ല ശുദ്ധവായു ലഭിക്കുന്ന, ടൂറിസം നല്ല കിളികളുടെയും ഒക്കെ കാഴ്ചകൾ ലഭിക്കുന്ന നല്ല വേമ്പനാട് കായലിന്റെ നടുക്ക് ഏറ്റവും ഭംഗിയായി ടൂറിസം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പാതിരാമണലിനെ വളർത്തിക്കൊണ്ടുവരാനും അവിടുത്തെ വരുമാന സാധ്യത ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാക്കുവാനും നമ്മൾ ഈ ഫെസ്റ്റിന് ശേഷം നമുക്ക് വളരെ മുന്നേറ്റമാണ് പാതിരാമണൽ ടൂറിസവുമായി ബന്ധപ്പെട്ടും. മുഹമ്മയുടെ മറ്റ് വേമ്പനാട് കായൽ 8 വാർഡുകൾ വേമ്പനാട് കായലിന്റെ തീരം പങ്കിടുന്ന വാർഡുകളാണ്. അപ്പോൾ അവിടെ കക്കാ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമെന്ന രീതിയിൽ നിരവധി റിസോർട്ടുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യത നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനത്തില് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വലിയ മുന്നേറ്റമാണ് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും ഈ കയർ തൊഴിലാളികൾ എല്ലാം തന്നെയുള്ള ഒരു പഞ്ചായത്താണ്. ഇവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മത്സ്യത്തൊഴിലാളികൾക്കായാലും തന്നെ ഈ കക്ക കൃഷി അടക്കം അവിടെ നടന്നു വരുന്നതാണോ? മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കക്കാ തൊഴിലാളികളും ഒക്കെ പരമ്പരാഗത മേഖലയിൽ ജോലിയെടുക്കുന്ന നിരവധിയായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണം, ലാപ്ടോപ്പ്, ഫർണിച്ചർ അടക്കം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകുന്ന പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഐസ് ബോക്സ് നൽകുന്ന പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. കൂട് കൃഷി പോലെയുള്ള മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിരവധിയായ പദ്ധതികളും നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു സംരക്ഷണം എന്ന നിലയിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഏറ്റെടുക്കണമെന്ന് നമ്മുടെ മുന്നിലുള്ളത് അവരുടെ വള്ളം സംരക്ഷിക്കുന്നതിന് ഇപ്പോ നമ്മുടെ പ്രദേശത്ത് കായലുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യമില്ല എന്നുള്ളത് അവര് നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഈ കക്ക തൊഴിലാളികളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് പുഴകളാൽ ചുറ്റപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ്. വേമ്പനാട്ട് കായലിനോട് അടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കൂടുതലായിട്ടും ഈ കയർ തൊഴിലാളികളെല്ലാം തന്നെ അവിടെയുണ്ട്. കയർ മേഖലയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. നിലവിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഹോം എഗെയിൻ എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നു. യോഗാഗ്രാമമായി ഇന്ത്യയിൽ തന്നെ യോഗാഗ്രാമമായി തിരഞ്ഞെടുത്ത ഒരു പഞ്ചായത്ത് കൂടിയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. TP മുക്ത പഞ്ചായത്ത് എന്ന നിലയിലെല്ലാം തന്നെ അംഗീകാരം നേടിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റെടുത്ത ഒരു പഞ്ചായത്ത് എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നമ്മളോട് പങ്കുവച്ചത്.
എന്തായാലും ഭാവി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി സ്വപ്ന. ശരി, നന്ദി. താങ്ക് യു.